ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റുള്ളൊരു കിഡിലൻ സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് എന്ന് പറയുമ്പം ഫ്രഞ്ച് ഫ്രൈസ് നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പം ഈ ഫ്രഞ്ച് ഫ്രൈസിനേക്കാളും ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ മറ്റൊരു സ്നാക്കാണ് കേട്ടോ അത്. ഇതും നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. പിന്നെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ചുറ്റിച്ചൊരു ജിലേബിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാവുമല്ലോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പൊട്ടാറ്റോ തന്നെയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പൊട്ടാറ്റോ ആണ് എടുത്തത്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരൊറ്റ വിസിൽ വരുത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു വിസിൽ മതിയാവും കേട്ടോ, അപ്പോഴേക്കും തന്നെ വേവായിട്ട് കിട്ടും. പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നൊരു നിർബന്ധമല്ല, പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്താൽ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മാഷർ വെച്ചിട്ട് ഒന്നുകിൽ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അതും നല്ല തന്നെയാണ്. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോ കിട്ടും. അപ്പോൾ അതുപോലെ ചെയ്യാം. ഇനി നന്നായിട്ട് പൊടിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് നമുക്കൊരു മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 1/2 കിലോ പൊട്ടാറ്റോയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട മതിയാവും കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മുട്ട ഈ പൊട്ടാറ്റോൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ആവണ വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി പൊട്ടാറ്റോയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂണോളം വേണ്ടി വരും കേട്ടോ. ഇനി നമ്മുടെ എടുക്കുന്ന പൊട്ടാറ്റോ ചിലപ്പം കുറച്ച് ലൂസായിട്ടിരിക്കും, വെള്ളമൊക്കെ കയറിയിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പൊട്ടാറ്റോയും അതുപോലെ തന്നെ കോൺഫ്ലവറും പാലും പിന്നെ നമ്മൾ മുട്ട ഓൾറെഡി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പം ഏകദേശം 1 ടീസ്പൂണോളം വെളുത്തുള്ളിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നല്ലതാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇതിലേക്ക് വരുമ്പോൾ, അപ്പോൾ അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ചേർക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതില്ല എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പാലൊക്കെ കൊണ്ടുവരുന്ന ഒരു കവർ ഉണ്ടാവുമല്ലോ, അതൊന്ന് കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ചുറ്റിച്ചിട്ടാണ് എടുക്കുന്നത്. ഇനി നീളല്ല ഷേപ്പിലാണെങ്കിൽ അങ്ങനെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇനി അറ്റത്ത് നമ്മൾക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്രയും വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട്, വളരെ കുറച്ച് എണ്ണ മതിയാവും കേട്ടോ. ഒരു പകുതി മുങ്ങാൻ മാത്രം എണ്ണ മതിയാകും, കൂടുതൽ എണ്ണ ഒഴിക്കണം എന്നില്ല. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ജിലേബിൻ്റെ പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ്. അത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് നീളല്ല ഷേപ്പിലാണെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഇത് ജിലേബിൻ്റെ ആ ഒരു ബാറ്ററിൻ്റെ അതുപോലെ ലൂസായിട്ടല്ല ഈ ഒരു പൊട്ടാറ്റോൻ്റെ മിക്സ് കിടക്കുന്നത്, ഒരു ഇത്തിരിയും കൂടെ ടൈറ്റായിട്ടാണ്. അപ്പോൾ നമുക്കിത് ചുറ്റിച്ചെടുക്കാനായിട്ടും വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചുറ്റിക്കാനായിട്ടും പറ്റും. അപ്പം ഇതിൻ്റെ ഒരു കളറ് രാത്രിക്കായതുകൊണ്ട് ലൈറ്റിൻ്റെ ഒരു അല്പം പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ യഥാർത്ഥ കളറ് കിട്ടാത്തത്. നല്ലൊരു മഞ്ഞ കളറാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നമ്മുടെ സാധാരണ ഒരു ഇറ്റാലിയൻ ഹെർബൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇറ്റാലിയൻ ഹെർബ്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായല്ലോ. കണ്ടോ എത്ര ഈസി ആയിട്ട് നമ്മൾക്കിത് ചെയ്യാനായിട്ട് പറ്റണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും. നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. പിന്നെ അത് ചൂടോട് കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിട്ടണത്. ഒരിത്തിരി ഇങ്ങനെ ടൈം ഇങ്ങനെ വൈകും തോറും തണുത്ത് വരുന്നുണ്ട്, അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. എങ്കിലും
ആ ചൂടോട് കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ ഇനി വീണ്ടും പുതിയ പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക്